ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് ജാഗരി കൊണ്ടുള്ള ഒരു കേക്കാണ്. ഇതിനാദ്യം വേണ്ടത് ഒരു കപ്പ് പാലിൽ 1.5 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ച് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 ടീസ്പൂൺ വീറ്റ് ഫ്ലോർ ഇട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് മിക്സിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് താന്നു പോകുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ജാഗരിയാണ് എടുത്തത്. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് മിക്സ് ആക്കുന്നു. ഇതിനകത്ത് കട്ടയൊന്നും ജാഗരിയുടെ കട്ടയൊന്നും കാണാൻ പാടില്ല, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നല്ലതായിട്ട് മിക്സ് ആക്കുക. അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കും. അടുത്തതായിട്ട് ജാഗരി ഓയിൽ മിക്സറിലേക്ക് പാല് ലൈം ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചില്ലേ, 10 മിനിറ്റ് വെച്ചിരുന്നു, അത് ഇതുമായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആക്കണം, ലമ്പൊന്നും കാണാൻ പാടില്ല. വിസ്ക് ചെയ്തെടുത്താൽ മതി. ജാഗരി ഓയിൽ, ബട്ടർമിൽക്ക് മിക്സറിലേക്ക് ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഇട്ട് മിക്സ് ആക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല.
ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ബാറ്റർ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് 2 സ്പൂണ് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. അധികം ഒഴിക്കല്, കുറച്ച് വേണം. 2 സ്പൂൺ ഒഴിക്കുക. അതിൽ കൂടുതൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് ലൂസായി പോവും. ഇനി ആ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും വീറ്റ് ഫ്ലോറും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ ആ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിനകത്ത് എയർ ബബിൾസ് പോകാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ വെച്ച് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. കൂടാതെ ഞാൻ സെസമിൻ സീഡും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് പ്രീ ഹീറ്റ് ചെയ്ത കടായിലേക്ക് ഈ കേക്കിൻ്റെ മിക്സറുള്ള ടിന്ന് വെച്ചേക്കുവാണ്. 10 മിനിറ്റ് കടായി പ്രീ ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അത് എന്നിട്ട് കവർ ചെയ്ത് വെക്കുക. മിനിമം അരമണിക്കൂർ വേണം. അത് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. എന്നിട്ട് അത് ടൂത്ത് പിക്കിൽ പിടിച്ചിട്ട് ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വരുവാണെങ്കിൽ അത് അതിൻ്റെ അർത്ഥം കേക്ക് ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാവുന്നതാണ്. അങ്ങനെ അല്ല എങ്കിലും പിന്നീട് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ആ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ വീറ്റ് ജാഗരി കൊണ്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്.